നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ അനധികൃത മണ്ണെടുപ്പിനെതിരെ തൃത്താല പോലീസ് നടപടികൾ ശക്തമാക്കി. പറക്കുളം, ഒതളൂർ മേഖലകളിൽ നിന്നായി 2 JCBകളും 2 ടിപ്പർ ലോറികളും തൃത്താല പോലീസ് പിടികൂടി. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന. പിടിച്ചെടുത്ത വാഹനങ്ങൾ തൃത്താല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവ തുടർ നടപടികൾക്കായി ജിയോളജി വകുപ്പിന് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു. മേഖലയിൽ മണ്ണുകടത്ത് മാഫിയകൾക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ നടപടികൾ തുടരുമെന്ന് തൃത്താല SI ജെഫിൻ രാജ് പറഞ്ഞു. തൃത്താല CI സലീമിന്റെ നേതൃത്വത്തിൽ SIമാരായ ജെഫിൻ രാജ്, ഹംസ, ASI ജോൺസൺ, CPOമാരായ അരുൺ, മുനീർ, ഹർഷാദ്, രതീഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. കൂറ്റനാട് നിർത്തിയിട്ടിരുന്ന കാറിനു പുറകിൽ മറ്റൊരു കാർ ഇടിച്ച് അപകടം. ചൊവ്വാഴ്ച രാവിലെ 7:30 കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തു നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന വാഗണർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡ് നവീകരണം നടക്കുന്ന പാതയിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ പിൻഭാഗത്തേക്ക് വാഗണർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാർ യാത്രക്കാരായ കറുകപ്പുത്തൂർ സ്വദേശികൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ചീഞ്ഞു നാറി പട്ടാമ്പി ടൗണിലെ അഴുക്ക് ചാലിൽ നിന്നുമുള്ള മലിനജലം റോഡിൽ തളം കെട്ടി നിൽക്കുന്നു. പ്രതിഷേധവുമായി യാത്രക്കാരും വ്യാപാരികളും രംഗത്ത്. ചീഞ്ഞുനാറി പട്ടാമ്പി ടൗണിലെ അഴുക്കുചാലിൽ നിന്നുമുള്ള മലിനജലം വലിയ തോതിലാണ് റോഡിലേക്ക് ഒഴുകുന്നത്. യാത്രക്കാർ മാത്രമല്ല, വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരും ഇതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ അനന്തരഫലം കൂടിയാണ് ഈ കാഴ്ചകൾ. റോഡ് നവീകരണത്തോടൊപ്പം ടൗണിലെ അഴുക്കുചാലുകളുടെ നവീകരണം പാതി വഴിയിൽ കിടക്കുകയാണ്. പലയിടത്തും അഴുക്കുചാൽ മൂടിക്കിടക്കുന്നു. ഇതോടെ അഴുക്കുചാലിലൂടെ വരുന്ന മലിനജലം റോഡിലേക്ക് ഒഴുകുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മലിനജലം റോഡിലേക്ക് പരന്നൊഴുകുന്നത് വഴിയാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ്. വ്യാപാരികളുടെ സ്ഥിതിയും മറിച്ചല്ല. ഈ റോഡിൻ്റെ ഇങ്ങനത്തെ ഒരു ശോചനീയാവസ്ഥ കാരണം റോഡ് പണിയാണ്. പക്ഷേ റോഡ് വരണം, വികസനം വേണം. അതിനൊന്നും നമ്മൾ പട്ടാമ്പിക്കാരോ ഇവിടുത്തെ കച്ചവടക്കാരോ ആരും എതിരല്ല. പക്ഷേ ഇതിലൊരു ന്യൂനമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ് പണി ആദ്യം എടുക്കുന്നതിന് മുമ്പേ പൈപ്പ് പണി എടുക്കേണ്ടതായിരുന്നു. പൈപ്പ് പണി എടുത്തില്ല. അതിനുശേഷം ആയിരുന്നു ചാലിൻ്റെ കാനാട് പണി എടുക്കേണ്ടത്. അതും ചെയ്തു. ഡ്രൈനേജിൻ്റെ അതും ചെയ്തില്ല. ആദ്യം റോഡ് പണി എടുത്തു, അതിനുശേഷം പൈപ്പ് പണി എടുത്തു. ഈ പൈപ്പ് പണി വന്നതിന് ശേഷമാണ് ഈ ചാലുകൾ ഡ്രൈനേജ് ഇങ്ങനെ ബ്ലോക്കാൻ കാരണം, ഇത്ര നാറാനും ഈ പട്ടാമ്പി അങ്ങാടി ഇങ്ങനെ നാറാനുള്ള കാരണം ഈ പൈപ്പ് പണിക്കാർ ചെയ്ത പണിയാണ്. പൈപ്പ് പണിക്കാർ ചെയ്ത് അവരെ പൈപ്പ് പണി ഇട്ടു, കാന കംപ്ലീറ്റ് അടച്ചിട്ട് പോയി. അതിന് ശേഷം മഴ പെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ അധികൃതമായിട്ടൊക്കെ സംസാരിച്ചു. മുനിസിപ്പാലിറ്റി, ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് സംസാരിച്ചു. ഇത് വെള്ളം വന്നു കഴിഞ്ഞാൽ, ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു അത് ഞങ്ങളുടെ വിഭാഗമല്ല, അത് PWD പറഞ്ഞു ഞങ്ങളല്ല, അവർ റോഡ് പണിക്കാരാണ്. ഈ 2-3 കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞത് കൊണ്ടാണ് ഈ പട്ടാമ്പി അങ്ങാടിയിലെ ഈ സ്ഥിതി. ഇത് എന്തായാലും ശാസ്ത്രമായിട്ടൊരു പരിഹാരം കാണണം. പെട്ടെന്ന് അത്രയും അഴുക്കുവെള്ളമാണ് ഇതിന് പോണത്. ഇവിടെ കാനയിലത്തെ പഴയ കെട്ടിക്കിടക്കുന്ന വെള്ളം കംപ്ലീറ്റ് പോയിട്ട് ഇവിടെ കൊതുകും മറ്റുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റോഡ് നവീകരണം തുടങ്ങിയിട്ട് മാസങ്ങളായി. എന്നാൽ അനുബന്ധ പ്രവൃത്തികൾ പാതി വഴിയിൽ തന്നെയാണ്. മഴക്കാല രോഗപൂർവ്വ ശുചീകരണം പൊടിപിടിക്കുമ്പോഴും പട്ടാമ്പി ടൗണിലെ സ്ഥിതി ഈ വിധം തുടരുകയാണ്. കാരണം ഇത് വേസ്റ്റാണ്, പട്ടണമെന്നാണ് ഇത് പൊന്തിയേക്കണത്. ഇത് ശരീരത്തിൽ തട്ടിയത്. പിന്നെ മഴക്കാല രോഗങ്ങൾ, ഒരുപാട് കുട്ടികളും സ്ത്രീകളും വയസ്സായ ആൾക്കാരും നടക്കുന്ന സ്ഥലമാണ്. ഇത് എന്ത് ശരിയാക്കാത്തത്? ഇത് ശരിയാക്കിയിട്ട് 6 വർഷത്തോളം ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കാൻ തുടങ്ങിയിട്ട് 13 കിലോമീറ്റർ റോഡുള്ളൂ. ശാസ്ത്രീയപരമായിട്ട് എല്ലാം ഇവിടെ പണം തിരക്കണത്. ആദ്യം കാര്യം പണിയണം, എന്നതിൻ്റെ ശേഷം ലൈനിൻ്റെ മറ്റേ പൈപ്പ് ലൈൻ പണിയാണ്, എന്നതിൻ്റെ ശേഷം റോഡ് പണിയാണ്. ആദ്യം റോഡ് പണം തിരക്കണേ. എന്നിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് മാന്തുക, പൊന്തിക്കുക. എന്നിട്ട് ഇത് എത്ര 3 മാസം 2.5 മാസം ഇത് പണി സാഹിബ് പൊട്ടി പടങ്ങോട്ടെ. അധികൃതർ ഇതിന് യാതൊരു നടപടി സ്വീകരിക്കണില്ല. റോഡിലൊക്കെ ഇവിടെ സ്ഥിരം കുറച്ച് ദിവസം അപ്പുറത്തെ ഭാഗത്തായിരുന്നു, ഇപ്പോൾ ഈ സൈഡിലാണ്.
ആകെ വെള്ളമായിട്ട് നടക്കാനും കൂടി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. വണ്ടികൾ പോകുമ്പോൾ സൈഡിലാണ് ആകെ പ്രശ്നത്തിലാണ്. ടൗണിലെ ബേക്കറികൾക്കും ഹോട്ടലുകൾക്കും മുന്നിലാണ് ഈ സ്ഥിതി. പകർച്ചവ്യാധികൾ പിടിപെടാൻ മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ലെന്നാണ് ടൗണിലെ ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരം പരിപാടിയാണ്. അതായത് ഈ വെള്ളക്കെട്ട് ചാലൊന്നും കറക്റ്റ് ചെയ്യാത്ത കാരണം എന്നും ഇത് തന്നെയാണ്. ഇപ്പോൾ ചാലിൽ നിന്ന് വരുന്ന വെള്ളം ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അത് ഏതൊക്കെ അഴുക്ക് ചാലാണോ എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ തൊട്ട് മുന്നിൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൻ്റെയും ബേക്കറിയുടെ ഒക്കെ മുന്നിലാണ്. ഏറ്റവും സേഫ്റ്റി ആയിട്ടിരിക്കേണ്ട 2 സ്ഥലങ്ങളുടെ മുന്നിലാണ് ഇത്രയും വെള്ളക്കെട്ടി അഴുക്ക് ചാലുകൾ. അത് ഒരുപാട് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. നഗരസഭയോടും മറ്റും പലതവണ പറഞ്ഞു മടുത്തതാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മലിനജലം യാത്രക്കാരുടെ ദേഹത്തേക്ക് പതിക്കുന്നതും പതിവാണ്. ഇനിയെങ്കിലും അധികൃതർ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ഇതേ അവസ്ഥയാണ് ഈ പട്ടാമ്പിയിലെ പല മേഖലകളിലും നടക്കുന്നത്. ഇത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഇവിടുത്തെ ഹെൽത്ത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ കണ്ണടക്കണം. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. അവരിൽ നിന്ന് പാരിശോധികമായി പൈസ വാങ്ങണ്ടോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പച്ചക്ക് ഒരു കണ്ണടക്കാണ്. ഇവിടെ ഈ ഒരു ചാല് കുഴിച്ചിട്ട് ഇപ്പോൾ മാസക്കണക്കിനായി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാനും പറ്റുന്നില്ല. മഴ പെയ്തപ്പോൾ ഇവിടെ ഒക്കെ ആകെ വെള്ളം കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സാധനം മേടിക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആൾക്കാർ ഉഴലുണ്ടായി. പിന്നെ ചാലിൽ വെള്ളം നിറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടോ കൊതുകുകളാണ് നിൽക്കുന്നത്. പിന്നെ ഏതൊക്കെ ഇവിടുത്തെ മാലിന്യ വെള്ളങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. അവസാന സല്യൂട്ടും സ്വീകരിച്ച് ഓർമ്മകളുടെ വലിയൊരു ക്യാൻവാസ് നെഞ്ചോട് ചേർത്ത് അവർ ആ പോലീസ് സ്റ്റേഷന്റെ പടിയിറങ്ങി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം കണ്ടത് കണ്ടുനിന്നവരുടെ പോലും മനസ്സ് നിറയ്ക്കുന്ന ഹൃദയസ്പർശിയായ ദൃശ്യങ്ങളായിരുന്നു. ദീർഘകാലത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം പോലീസ് സേനയിൽ നിന്ന് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർമാരായ ടി അരവിന്ദാക്ഷൻ, എൻ ജ്യോതി പ്രകാശ് എന്നിവർക്കാണ് സഹപ്രവർത്തകർ ചേർന്ന് അവിസ്മരണീയമായ യാത്രയയപ്പ് നൽകിയത്. നിയമപാലനത്തിന്റെ കഠിനമായ വഴികളിൽ ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിക്കാൻ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ സഹപ്രവർത്തകരും ഒന്നിച്ച് അണിനിരന്നു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗാർഡ് ഓഫ് ഓണറോടുകൂടിയായിരുന്നു ഔദ്യോഗികമായ യാത്രയയപ്പ്. ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയത്തും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി മാറ്റിവെച്ച് യൂണിഫോമിലെ തങ്ങളുടെ അവസാന ഔദ്യോഗിക സല്യൂട്ടും സ്വീകരിക്കുമ്പോൾ വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് സ്റ്റേഷൻ മുറ്റം സാക്ഷ്യം വഹിച്ചത്. വർഷങ്ങളോളം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും ഒട്ടനവധി കേസുകളിൽ നിർണായകമായ പങ്കുവഹിച്ചും ജനകീയ മുഖം നിലനിർത്തിയ ഉദ്യോഗസ്ഥരാണ് ഇരുവരും. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വരുംകാല ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചാണ് സഹപ്രവർത്തകർ ഇവരെ യാത്രയാക്കിയത്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി രാമദാസ് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ടി കെ അബ്ദുൽ ഷുക്കൂർ അധ്യക്ഷനായിരുന്നു. SMC ചെയർമാൻ ടി കൃഷ്ണകുമാർ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ, പി ബാലകൃഷ്ണൻ, നിസാർ ആലം, എൻ ഷാഹുൽ അമീൻ, ബി സുരേഷ് കുമാർ, ടി ഷാജി, എം സുജാത, CV ദിനേശ് തുടങ്ങി PTA ഭാരവാഹികൾ, അധ്യാപകർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിൽ പാലിയേറ്റീവ് കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. ലോക പുകയില വിരുദ്ധ ദിനാചരണവും നടത്തി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനക്കിറ്റ് വിതരണം നടത്തിയത്. ഇതോടൊപ്പം ലോക പുകയില വിരുദ്ധ ദിനാചരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ മെഡിക്കൽ ഓഫീസറെല്ലാം നമ്മളോട് പറഞ്ഞപ്പോൾ അത് നമ്മളൊരു ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്കിതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അവരെയും ഈ ജനപ്രതിനിധികളെയും എല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ അത് നമുക്ക് ചെയ്യാം, അത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന എൻ്റെ സഹപ്രവർത്തകർക്കും എന്നെ സഹായിച്ച എൻ്റെ നേതാക്കന്മാർക്കും അതുപോലെ നമ്മുടെ വല്ലപ്പുഴയിലെ ഒട്ടുമിക്ക വ്യക്തിത്വങ്ങൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം അവരോട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും നമുക്ക് ഈ ഒരു പാലിയേറ്റീവ് കെയറിൽ ഇനി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്കൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഒത്തൊരുമിച്ച് കൊണ്ട് ഇനി വരും കാലങ്ങളിൽ നമുക്ക് നടത്താം. എന്തായാലും വളരെയധികം സന്തോഷം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളാണ് സമൂഹത്തിൽ ഇനി വരുന്ന തലമുറയാണ് നല്ല 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 കുട്ടികളായി നല്ല മൂല്യമുള്ള നല്ല കുട്ടികളായി മാറാൻ പുതുതലമുറ നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ
നമുക്കറിയാം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മനുഷ്യത്വം, അതേപോലെ സ്നേഹം, ബഹുമാനം, ഇതൊക്കെ വളർത്തിയിട്ട് ഇതെല്ലാം വളർത്തിക്കൊണ്ട് വന്ന് നിങ്ങൾ നല്ലൊരു പൗരൻ, ഉത്തമ പൗരന്മാരായി മാറാൻ ഈ അവസരത്തിൽ നിങ്ങളോടെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വൈസ് പ്രസിഡന്റ് സി ജംസീന അബ്ദുഷിയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി പ്രേമലത, ടി സഹദുള്ള, പഞ്ചായത്ത് അംഗങ്ങളായ കെ അഷ്റഫ് അലി, എം മൊയ്തീൻകുട്ടി, പി ഷാജിമോൻ, എൻ കെ നൂർജഹാൻ, കെ വി അബ്ദുൽ നാസർ, സി ഷംസുദ്ദീൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ സെയ്ദ് കോടനാട്, എം ടി അബ്ദുൽസലാം, നസീർ അലിക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ്, ഗീത, മറ്റു ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ഗുണഭോക്താക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പരുതൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പരുതൂർ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദിരാദേവി മുഖ്യാതിഥിയായിരുന്നു. പി ടി എ വൈസ് പ്രസിഡന്റ് വരദ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ഗീത, മറ്റു പി ടി എ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. കൂറ്റനാട് വട്ടേനാട് ഹൈസ്കൂളിന് സമീപത്തുള്ള കിണറ്റിൽ വീണ കാട്ടുപന്നിയെ രക്ഷപ്പെടുത്തി. വട്ടേനാട് സ്കൂൾ പ്രധാന ഗേറ്റിന് സമീപം മെയിൻ റോഡരികിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. ചൊവ്വാഴ്ച രാവിലെയാണ് കിണറ്റിൽ പന്നി അകപ്പെട്ട വിവരം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. പട്ടാമ്പി ഫോറസ്റ്റ് ഡിവിഷൻ റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാടിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ കാട്ടുപന്നിയെ സുരക്ഷിതമായി കരയ്ക്ക് കയറ്റി. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.